എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ വീഡിയോ നിങ്ങൾ ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കാത്തൊരു റെസിപ്പിയാണ്. എൻ്റെ ഈ വൈപ്പിൻ നാട്ടില് ഒരുപാട് കുടുംബി സമുദായത്തിലുള്ള ആൾക്കാർ താമസിക്കുന്നുണ്ട്. അവരുടെ എല്ലാ ആഘോഷങ്ങളിലും വളരെ പ്രാധാന്യം കൊടുക്കുന്ന നല്ലൊരു റെസിപ്പിയാണ്. ഈ ഒരു കറി തയ്യാറാക്കി എടുക്കുന്നത് കടല വെച്ചിട്ടാണ്. കടലയും ഉരുളക്കിഴങ്ങൊക്കെ ചേർത്തിട്ട് വളരെ സ്വാദേറിയ ഒരു കറിയാണ്. നമ്മുടെ വീടുകളിൽ നമ്മൾ നിത്യവും കടലക്കറിയൊക്കെ തയ്യാറാക്കി എടുക്കാറുണ്ട്. എങ്കിൽ തന്നെയും ഈ ഒരു കറിയിലേക്ക് ഞാൻ നിങ്ങൾ ഇതുവരെയും ചിന്തിക്കാത്തൊരു കാര്യം കൂടി ചേർത്തിട്ടാണ് കറി തയ്യാറാക്കി എടുക്കുന്നത്. ഈ ഒരു വിഭവത്തിന്റെ പേര് ഗശി എന്നാണ്. അപ്പോൾ എങ്ങനെയാണ് ഗശി റെസിപ്പി തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് കാണാം. ഗശി തയ്യാറാക്കി എടുക്കാനും വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് അളവിൽ കടല എടുത്തിട്ടുണ്ട്. ഇതൊരു 300 ഗ്രാം അളവാണ് എടുത്തിട്ടുള്ളത്. ഗശി തയ്യാറാക്കി എടുക്കാനും വേണ്ടിയിട്ട് നമുക്ക് കറുത്ത കടലയാണ് ആവശ്യമായിട്ടുള്ളത്. ഈ കടല നല്ലതുപോലെ കഴുകിയതിന് ശേഷം നമുക്കൊന്ന് കുതിർത്താൻ വെച്ച് കൊടുക്കാം. ഞാൻ രാത്രിയിലാണ് കടല വെള്ളത്തിലിട്ട് കുതിർത്തി എടുക്കുന്നത്. ഇപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. നമ്മുടെ കടല നല്ല പോലെ ഒന്ന് കുതിർന്ന് വന്നിട്ടുമുണ്ട്. ഇനി കടല നല്ലതുപോലെ കഴുകിയതിന് ശേഷം നമുക്കൊരു കുക്കറിലേക്ക് വേവിക്കാൻ മാറ്റാം. കടല കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി വെന്ത് വരാൻ ആവശ്യമായ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. കടല വേവിക്കുമ്പോൾ നമുക്ക് ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പൊ ഞാനിവിടെ ഇത്രയും അളവിലാണ് വെള്ളം ചേർത്തിട്ടുള്ളത്. അധികം ഒന്നും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഇനി നമുക്ക് മൂടി വെച്ച് ഒരു 5 വിസിൽ വരുന്നത് വരെയും വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് 5 ഇതുപോലുള്ള ഉരുളക്കിഴങ്ങാണ്. ഇതൊരു 200 ഗ്രാം അളവുണ്ട്. ഇനി നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൂടെ വെക്കണം. കടല വെന്ത് വരുന്ന സമയം കൊണ്ട് ഇതുപോലെ തന്നെ ഒരു നാളികേരം തിരുമ്മി വെക്കാം. അപ്പൊ ഉരുളക്കിഴങ്ങും കട്ട് ചെയ്ത് വെക്കണം, നാളികേരം തിരുമ്മിയും വെക്കണം. ഇനിയിപ്പോ നമ്മള് കാണിച്ച നാളികേരം തിരുമ്മി എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ നാളികേരം വറുത്തെടുക്കേണ്ടതാണ്. ഇതിലേക്ക് ചേർക്കാനായിട്ട് 1.5 ടീസ്പൂൺ അളവില് കുരുമുളക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 2 ടീസ്പൂൺ അളവില് പെരുംജീരകമാണ്. നമുക്കൊരു കഷ്ണം കറുവപ്പട്ട ഞാനിത് ഒന്ന് 2ആയിട്ട് ഒടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കിതിലേക്ക് 3-4 കറിയാമ്പൂ. ഇനി നമുക്ക് വേണ്ടത് ഒരു തക്കോലും കൂടിയാണ്. കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നാളികേരം ഫ്രൈ ചെയ്തെടുക്കാനും വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് നാളികേരം പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ഈ നാളികേരം നല്ല ഗോൾഡൻ കളർ ആക്കി എടുക്കണം. അതുവരെയും ഫ്രൈ ചെയ്ത് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് ഒരു 4 ഏലക്ക കൂടെ ചേർക്കണം. ഇതെല്ലാം കൂട്ടിച്ചേർത്ത് നല്ല പോലെ ഒന്ന് മൊരിയിച്ചെടുക്കണം. നമ്മളത് ഈ ഒരു നാളികേരം എണ്ണ ഒഴിച്ചിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അപ്പോഴാണ് കറിക്ക് നല്ല കളറും നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടാവുന്നത്. തേങ്ങ മുരിഞ്ഞു വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായ മസാലപ്പൊടികൾ എടുത്തു വെക്കാം. 1.5 സ്പൂൺ അളവില് കാശ്മീരി മുളക് പൊടിയും, 1/2 സ്പൂൺ അളവില് എരിവുള്ള മുളക് പൊടിയും, 1 സ്പൂൺ അളവില് മല്ലിപ്പൊടിയും, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത്രയും പൊടികളാണ് നമുക്ക് ആവശ്യമായിട്ട് വേണ്ടത്. ഇപ്പൊ നമ്മുടെ തേങ്ങ ഒന്ന് കളർ ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഈ ഒരു കറി തയ്യാറാക്കി എടുക്കുന്നത് വെളിച്ചെണ്ണയിലാണ്. വീണ്ടും നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം. ഇപ്പൊ നമ്മുടെ നാളികേരം ഇതേ കളറിലേക്കൊന്ന് ആയി വന്നിട്ടുണ്ട്. ഈ ഒരു പാകമായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മസാലപ്പൊടികൾ ചേർക്കാം. ഇത്രയും നല്ല മുരിയിച്ച് വേണം നമുക്ക് നാളികേരം വറുത്തെടുക്കാനായിട്ട്. നമുക്ക് പൊടികൾ ചേർക്കാം. സമയത്ത് ഫ്ലെയിം സിമ്മിലേക്ക് വെച്ചിട്ട് വേണം പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട്. പൊടികളും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഗസിയുടെ മസാല കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചൂടാറിയിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അതിനുശേഷം കറി തയ്യാറാക്കാൻ തുടങ്ങാം. മസാലകളൊക്കെ ഇപ്പോൾ മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ചൂടാറിയിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ട് ഇതൊന്ന് അരച്ചുകൂടെ വെക്കേണ്ടതാണ്. നാളികേരമൊക്കെ വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കറി തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. പാൻ ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കറി വെക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കടുക് ചേർക്കാം. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറ്റൽ മുളക് ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഇനി 2 സവാള പൊടിയായി കട്ട് ചെയ്തതാണ് ചേർക്കേണ്ടത്. സവാളയുടെ കൂടെ തന്നെ ഒരു കൊച്ചു കഷ്ണം ഇഞ്ചിയും 4 അല്ലി വെളുത്തുള്ളിയും ചേർക്കാം. സവാള നല്ലതുപോലെ ഒന്ന് മുരിയിച്ചെടുക്കാം. നല്ല മെറൂൺ കളറായി വരണം. അതുവരെയാണ് മുരിയിച്ചെടുക്കേണ്ടത്. സവാള ഇപ്പോൾ ഒന്ന് മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് 3 പച്ചമുളക് കൂടി ചേർക്കാം. പച്ചമുളക് കൂടി ചേർത്തിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്നും കൂടെ വഴറ്റിയെടുക്കാം. സവാള ഇപ്പോൾ ഒന്ന് ചെറുതായിട്ട് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഒന്നുകൂടെ മുരിഞ്ഞു കിട്ടണം. അതുവരെയാണ് ഇതുപോലെ ഇളക്കി കൊടുക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ സവാള ഒന്ന് മുരിഞ്ഞൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ചേർക്കാം. അല്പം ചെറുതായിട്ടാണ് നമുക്ക് ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഉരുളക്കിഴങ്ങ് ചേർത്ത് കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. 1 മിനിറ്റ് നേരം മാത്രം ഇതുപോലെ വഴറ്റിയാൽ മതിയാകും. 1 മിനിറ്റ് നേരം വഴറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള കടല ചേർക്കാം. കടല കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് വെന്ത് വരാനായിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം.
വെള്ളം കുറവ് തോന്നുവാണെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ ചേർത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ്. ഞാനിവിടെ മൂടി വെച്ച് കൊടുക്കുവാണ്. ഈ സമയത്ത് നമ്മൾ നാളികേരം ഫ്രൈ ചെയ്ത പാനിൽ കുറച്ച് വെള്ളം ചൂടാക്കിയതിന് ശേഷം കറിയിലേക്ക് ചേർക്കുന്നുണ്ട്. മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കടലയും ഉരുളക്കിഴങ്ങും നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതൊന്ന് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു കറിയുടെ സ്പെഷ്യൽ സീക്രട്ട് ചേരുവ ചേർക്കണം. ഉപ്പ് പോരായ്മ ഉണ്ടെങ്കിൽ ഉപ്പ് ചേർക്കണം. ഈ ഒരു കറിയുടെ പ്രധാന ചേരുവയാണ് കുടംപുളി. ഒരു ചെറിയ കഷ്ണമാണ് ഞാനൊന്ന് ചെറുതായിട്ട് കീറി എടുത്തിട്ടുള്ളതാണ്. ഈ ഒരു സമയത്ത് ഇത് കറിയിലേക്ക് ചേർത്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇനി മൂടി വെച്ച് വേവിച്ചെടുക്കാം. മൂടി വെച്ച കഷ്ണങ്ങൾ നമുക്ക് മൂടി തുറന്ന് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഒന്നുകൂടെ ഇളക്കി യോജിപ്പിക്കുവാണ്. ഈ ഒരു കറി നല്ല കട്ടിയായിട്ടാണ് ഉണ്ടാക്കാറ്. ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ട്. വെള്ളം ഒന്ന് വറ്റി വരാനായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ കഷ്ണങ്ങളുടെ വെള്ളം എല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് വറുത്തരച്ച് വെച്ചിട്ടുള്ള അരപ്പ് കൂടെ ചേർക്കാം. അരപ്പ് ഇതിലേക്ക് ചേർക്കാം. ഈ ഒരു രീതിയിലാണ് അരപ്പ് നമുക്ക് അരച്ചെടുക്കേണ്ടത്. അരപ്പും കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒന്നും കൂടി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്നും കൂടെ കറി ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ കറി കൂടെ റെഡിയായി കിട്ടും. വെള്ളമെല്ലാം ചേർത്ത് തിളപ്പിക്കാൻ വെച്ച കറി ഒന്ന് തുറന്ന് നോക്കാം. ഈ ഒരു സമയത്ത് നല്ല വെട്ടി തിളച്ചുകൊണ്ടിരിക്കുവാണ്. ഇനി ഈ ഒരു വെള്ളമെല്ലാം ഒന്ന് വറ്റി വരണം. അതുവരെയാണ് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കേണ്ടത്. പിന്നെ നമ്മുടെ വറുത്തരച്ച അരപ്പൊക്കെ ചേർത്തിട്ട് ഒരു 5 മിനിറ്റ് നേരം ചെറിയ തീയിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ നമ്മുടെ കറി ഇതേ ഒരു പാകത്തിലേക്ക് വെള്ളമെല്ലാം പറ്റി പാകമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. കറി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം വളരെ രുചികരമാണെന്ന്. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഗശി തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതുവരെയും നിങ്ങൾ ഇതുപോലൊരു റെസിപ്പി തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കാൻ മറക്കരുത്. ഇത് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഇതുവരെയും തയ്യാറാക്കി നോക്കാത്ത ഈ ഒരു ഗശി റെസിപ്പി എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും വളരെ തന്നെ ഇഷ്ടമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെയും ഈ ഒരു കറി തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം തയ്യാറാക്കി നോക്കാൻ മറക്കരുത്. തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാനും വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമന്റ്സ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഞാൻ ഈ കാണിച്ചു തന്നിട്ടുള്ള ഈ ഒരു ഗശി റെസിപ്പി ഒരു സമുദായത്തിന്റെ പ്രധാന വിഭവമാണ്. ഞാൻ ഈ കറി ഇവരുടെ ആഘോഷവേളയിൽ കഴിച്ചിട്ടുണ്ട്. ആ കറിയുടെ സ്വാദ് നിങ്ങളിലേക്ക് കൂടെ ഞാനിവിടെ എത്തിക്കുവാണ്. ഞാൻ ഈ പാചകത്തിന്റെ കൂട്ടിലേക്ക് എടുത്തിട്ടുള്ള മസാലകൾ എന്റെ സ്വന്തം അറിവ് വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളതും. എന്തെങ്കിലും തെറ്റും കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഈ ഒരു റെസിപ്പിയിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ എന്നോട് കമന്റ്സ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രയോജനകരമായിട്ടുള്ള നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരെയും സ്നേഹത്തിന്റെ ഭാഷയിൽ വീണ്ടും ടാറ്റാ.